സാധാരണ നമ്മൾ കാണാത്ത ഒരുപാട് പക്ഷികൾ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റും. കിരീടം സിനിമ ഷൂട്ട് ചെയ്തത് എവിടെയാണ്? ഇടയിലൂടെ പോകുന്നത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഗ്രാമത്തിൻ്റെ പച്ചപ്പും ഹരിതാപ്പയും എല്ലാം തേടി പിന്നെ പാടവരമ്പത്തു കൂടി നടക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്തത്, അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തുള്ള വെള്ളായണി കായലിൻ്റെ കരയിലാണുള്ളത്. അപ്പോൾ വെള്ളായണിയുടെ വിശേഷങ്ങൾ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാണ്ട് 4 കിലോമീറ്റർ സ്ക്വയറോളം ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വെള്ളായണി കായലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളായണി കായലിൻ്റെ കരയിലെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എവിടെയാണെന്ന് പറയണം, എന്നാൽ മാത്രമേ ആ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പുഞ്ചക്കരി ഭാഗത്തുള്ള ബണ്ട് റോഡിലാണ്. ഇവിടെ കിരീടം പാലം ഒന്ന് അടിച്ചാൽ മതി. ഗൂഗിൾ ലൊക്കേഷനിൽ കിരീടം പാലം ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് എത്താൻ പറ്റും. ഇത് തിരുവല്ലത്ത് നിന്ന് കൈമനം റോഡ് തിരിഞ്ഞിട്ട് ഒരു ചെറിയ റോഡെല്ലാം കയറിയിട്ടാണ് ഇങ്ങോട്ട് വരാനുള്ളത്. 2 വഴി ഇങ്ങോട്ട് വരാൻ പറ്റും. 2 വഴി മോശമാണ്. നിറയെ മണ്ണുള്ള, പുറകെ കാണുന്നത് പോലെ നിറയെ മണ്ണ് നിറഞ്ഞിട്ടുള്ള ഒരു വഴിയാണ്. മറ്റൊരു വഴിയുള്ളതെന്ന് പറഞ്ഞാൽ അത് നിറയെ മെറ്റൽ നിറഞ്ഞിട്ട്, രണ്ടും വണ്ടി വരാൻ വളരെ ബുദ്ധിമുട്ടുള്ള 2 വഴികളാണ്. പുറകിൽ കാണുന്ന ആ പാലമാണ് കിരീടം പാലം. അത് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ കിരീടം സിനിമ ഷൂട്ട് ചെയ്തത് എവിടെയാണ്. പുതിയ പാലമുണ്ട്, പഴയ പാലമുണ്ട്. ഇത് പഴയ പാലമാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു പുതിയ പാലമുണ്ട്. കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വരുന്ന ഒരു പ്രദേശമാണ് ഈ പുഞ്ചക്കരി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ധാരാളം ടൂറിസ്റ്റുകൾ, പ്രത്യേകിച്ച് ലോക്കൽ ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങളിവിടെ കാണാൻ സാധിക്കും. പുറകിൽ കാണുന്ന ആ കസാരകൾ, അതുപോലത്തെ ഇവിടെ കൂടാരം, ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സ്ഥാപിച്ചതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കിരീടം പാലം ഇതാണ്. കിരീടം പുതിയ പാലമുണ്ട്, കിരീടം പഴയ പാലമുണ്ട്. പുറകിൽ കാണുന്നതാണ് പഴയ പാലം. ശരിക്കും സാധാരണ സഞ്ചാരികളിലേക്ക് ഈ ഒരു സ്ഥലം പ്രിയപ്പെട്ടതാകുന്നതിന് മുമ്പ് തന്നെ ബേർഡ് ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, പക്ഷി നിരീക്ഷകർക്ക്, അവർക്കെല്ലാം വളരെയധികം സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ ഈ കാണുന്ന പാടങ്ങളിലെല്ലാം ധാരാളം ദേശാടന പക്ഷികൾ ഈ സീസൺ ആവുന്ന സമയത്ത് വരുന്നതാണ്. ഇപ്പോഴും ഉണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ കാണാത്ത ഒരുപാട് പക്ഷികൾ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ സാധാരണ നമ്മളൊരു സ്ഥലത്ത് പോകുന്ന കിളികളുടെ ശബ്ദമൊന്നുമല്ല കേൾക്കുന്നത്, ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. പിന്നെ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴാണ്, ഡിസംബർ ഈ തണുപ്പൊക്കെ വരുന്ന സമയത്താണ് ഇവിടെ ഒരു സീസൺ തുടങ്ങുന്നത്. ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ തന്നെ അപൂർവമായിട്ട് കാണുന്ന ധാരാളം ദേശാടന പക്ഷികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ സമയത്തൊക്കെ ഇവിടെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ധാരാളം വരുന്നതാണ്. ഇപ്പോഴും അല്ലാതെയും രാവിലെയൊക്കെ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ വരുന്നൊരു സ്ഥലമാണ് വെള്ളായണി പുഞ്ചക്കരിയിലുള്ള ഈ ബണ്ട് റോഡ്. നമ്മൾ റോഡിൽ നിന്ന് മാറി, ആ മണ്ണിട്ട റോഡിൽ നിന്ന് മാറി നമ്മളൊരു പാടവരമ്പത്തൂടെ ഇറങ്ങി. ഇവിടെ അത്രയും കൃഷിയാണ്, എല്ലാ കൃഷിയുണ്ട്. ചീരയുണ്ട്, പയറുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഇപ്പം കൃഷി അവർ വിളവെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത വിളവിനിട്ടൊക്കെയാണ്. അത് ഇനി വളർന്നു വന്നാൽ മാത്രമേ ഇതിൻ്റെ മേലോട്ട് വന്ന് കുറച്ചുകൂടെ ഒരു പച്ചപ്പൊക്കെ വരത്തുള്ളൂ. ഇപ്പം എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം ചിലതൊക്കെ ഇവിടെ വിളവെടുക്കാറായി നിൽപ്പുണ്ട്. പച്ചക്കറിയാണ് ഇവിടുത്തെ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുള്ളത് പച്ചക്കറിയാണ് കൂടുതലും ഉള്ളത്. പക്ഷേ ഇവിടെ നെല്ല് നട്ടിട്ടുണ്ട്, അതിന് തന്നെ ഇടവിളയായിട്ട് ചീര നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ. പല വെറൈറ്റിയിലുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഇത് പറിക്കാറായതാണ്. ഇതിൽ ചെറുതുണ്ട്.
ഇടയിലൂടെ പോകുന്നത് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. ഒന്നാമത്തെ കാര്യം ഇത് ചതുപ്പാണ്, മഴ പെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെയൊക്കെ 2-3 സ്ഥലത്ത് കാല് വെച്ചതെല്ലാം താഴ്ന്നു പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വന്നത്. അതെവിടെയാ? അത് അപ്പുറത്താണ്. ആ, ഇവിടെ കിടന്നേക്ക് ഈ കുളവാഴി ചീനിവള്ളിയും വന്നേ. ഇവിടുത്തെ ഈ കായലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റാണ് ഇവിടുത്തെ താമര കൃഷി. പക്ഷേ ഇപ്പോൾ അധികം ഇല്ല. ഇപ്പോൾ ഇവിടെ നിറയെ നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞതുപോലെ അത്ര ഇപ്പോൾ കുളവാഴ വന്നിട്ട് ആ താമര എല്ലാം പോയിട്ടുണ്ട്. എനിക്കൊന്നും അപ്പുറത്തെ സൈഡിൽ ഇപ്പോഴും കുറച്ച് താമര ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയും കുറച്ചുണ്ട് താമര, എന്നാലും മുമ്പ് ഉണ്ടായിരുന്നത് പോലെയില്ല. മുമ്പ് നിറയെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ അവിടെ നിറയെ താമരയായിരുന്നു. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് താമര കാണാൻ സാധിക്കുള്ളൂ. മേലൊരു ചെറിയ പവർ ഹൗസിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും. അത്യാവശ്യം കറക്റ്റായിട്ടില്ലാത്തൊരു വ്യൂ കിട്ടും ഇവിടെ. പാടമുണ്ട്, കായലുണ്ട്, വള്ളമുണ്ട്, വഴിയുണ്ട്, എല്ലാം കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നടന്ന് കായലിൻ്റെ ഒരു സൈഡിൽ നിന്ന് നടന്ന് അപ്പുറത്തെ സൈഡെത്തി ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ കുറച്ച് കുളവാഴികൾ കുറവുണ്ട്. ഇവിടെയല്ല, ആ ഭാഗത്തോട്ട് കുളവാഴികൾ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കുറേ താമരയുണ്ട്. അപ്പോൾ ഇവിടെ ആളുകൾ മീൻ പിടിക്കാനും താമരയുടെ ഇല പറിക്കാനും ഒക്കെ പോകുന്നുണ്ട്. ഇവരിവിടെ മീൻ പിടിക്കാനും താമര പറിക്കാനും ഒക്കെ പോയിക്കൊണ്ടിരുന്ന വള്ളമാണ്. ഇപ്പോൾ ഇവിടെ കിടക്കുകയാണ്. ഇവിടെ ഇപ്പം ഒരു ചെറിയ വഴി വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കായലിൽ കൂടി തന്നെ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാം കുളവാഴ നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുവഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ശരിക്കും ഇവിടെ വരാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തോടടുത്തുള്ള അതിരാവിലെ, അല്ലാന്നുണ്ടെങ്കിൽ സൂര്യാസ്തമയത്തോടടുത്തുള്ള വൈകുന്നേരങ്ങൾ. ആ സമയത്താണ് ഇവിടെ വരാൻ ഏറ്റവും നല്ല സമയം. ഞാൻ നേരത്തെ രാവിലെ വന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറേ നേരം ആയല്ലോ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വെയിൽ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇടയ്ക്ക് വെയിൽ മാറുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ആ പാലത്തിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്ന ഒരു പ്രദേശമാണ്. ഇവിടെ പുറത്തൊക്കെ നല്ല വെയിലുണ്ട്. പക്ഷേ ഇവിടെ നല്ല നിറയെ മരങ്ങളാണ്. കുറേ ചതുപ്പൊന്നുമില്ല, അത്യാവശ്യം നനഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നല്ല രീതിയിൽ നമുക്ക് നടന്നു പോകാൻ പറ്റും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ബണ്ട് റോഡ്, നമ്മൾ നേരത്തെ നടന്നു വന്ന ആ ബണ്ട് റോഡിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. കണ്ടോ, അവിടെ കാണാം ബണ്ട് റോഡ്. നമ്മൾ നേരത്തെ നടന്നു വന്ന ആ ബണ്ട് റോഡാണ്. സാധാരണക്കാർക്കിടയിൽ വെള്ളായണി എന്നുള്ള പേരിന് കുറച്ചുകൂടി ജനപ്രീതി കൊടുത്തൊരു സ്ഥലമാണ് വെള്ളായണി കാർഷിക കോളേജ്. ഞാനിപ്പോൾ കാർഷിക കോളേജിനകത്താണുള്ളത്. ഇവിടെ അടുത്ത് തന്നെ ഒരു കൗണ്ടറുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി തൈകൾ വാങ്ങാം, പച്ചക്കറി വിത്തുകൾ വാങ്ങാം, അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യവസ്തുക്കൾ അതെല്ലാം വാങ്ങാൻ പറ്റും. അത് നമ്മൾ കാർഷിക കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പം കക്കാമൂല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കക്കാമൂലയിലേക്ക് പോകുന്ന റോഡാണ്, ലേക്ക് റോഡാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ രണ്ട് സൈഡിലും കായലാണ്, വെള്ളായണി കായലാണ്. അപ്പം ഒരു സൈഡിൽ മുഴുവൻ നേരത്തെ പറഞ്ഞ കുളവാഴ കിടക്കുന്നുണ്ട്. പക്ഷേ മറ്റേ സൈഡ് നിറയെ താമരയാണ്. കുറച്ചുകൂടി ഭംഗിയുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളൊക്കെ നല്ല ഭംഗിയിൽ താമര വിരിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഞാനിപ്പോൾ കാക്കാമൂലയിൽ നിന്ന് വവ്വാമൂല എന്ന് പറയുന്ന വെള്ളായണിയുടെ മറ്റൊരു സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ടാണ് നിറയെ ചീരപ്പാടങ്ങൾ. നമുക്കിവിടെ നിന്ന് ലാഭത്തിൽ ചീരയൊക്കെ വാങ്ങിക്കാൻ പറ്റും. എന്തായാലും അകത്ത് കയറി താഴെ ഇറങ്ങി അകത്തൂടെ നിന്ന് പോയി കറങ്ങിയിട്ട് വരാം.
ഈ ഒരു ഏരിയ മുഴുവൻ ചീരയ്ക്ക് വേണ്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡ് മുഴുവൻ ചീര വേണ്ടിയാണ്. ഇവിടെ ചുവന്ന ചീരയുണ്ട്, പച്ച ചീരയുണ്ട്, രണ്ട് ഇടകൾക്ക് നട്ടിരിക്കുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ വെണ്ടയ്ക്കയുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ അപ്പുറത്ത് നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കാക്കാമൂലയിൽ നിന്ന് കയറി വവ്വാമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഇവിടെയും കാക്കാമൂല പോലെ തന്നെയാണ്, റോഡുണ്ട്, റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് നമ്മുടെ വെള്ളായണി കായൽ. പക്ഷേ കാക്കാമൂല അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഭംഗി തോന്നിയ ഒരു സ്ഥലമാണിത്. കുറേ കൂടെ മരങ്ങളുണ്ട്, നല്ല കാറ്റാണ്, നല്ല തണുപ്പുണ്ട്. അതുപോലെ ഇവിടെ കുറേ ഇരിക്കാനുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ട്. ആ കായൽ നല്ല വൃത്തിയുള്ളൊരു കായലാണ്. കുറച്ചുകൂടി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു കായലാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ താമര കുറവാണെന്ന് പറഞ്ഞു. നമ്മൾ ആ ബണ്ട് റോഡിൽ പോയപ്പോൾ താമര കുറവാണെന്ന് പറഞ്ഞു. കക്കാമൂലയിലും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിറയെ താമരയാണ്. ശരിക്കും ഇവിടെ നേരത്തെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ബോട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഓടുന്നില്ല, ആളുകളില്ല. അതുപോലെ തന്നെ അവിടെ ഒരു വിൻസ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഒരു ഐലൻഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഒരു മരം കണ്ടോ, ആ മരത്തിൽ നിറയെ കിളികൾ ഇരിക്കുന്നുണ്ട്. നീർക്കാക്കകളെല്ലാം വന്ന് കൂറുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വെള്ളായണിയുടെ തീരത്ത് നിന്നുള്ള ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം.